വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള സബ്ജക്ട്സിന്റെ പോലെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഒരുപാട് ഇതിൽ പറഞ്ഞു പോകില്ല. ഞാൻ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു നോട്ട്സും ഞാനിത് സെയിം ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ വീഡിയോയിൽ തരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് PDF ആയിട്ടും തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് SSCയുടെയോ PSCയുടെയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന കസ്റ്റമർ സപ്പോർട്ട് ടീം നിങ്ങൾക്ക് ഡീറ്റെയിൽസും അതുപോലെ PDF നിങ്ങൾക്ക് അയച്ചു തരണമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ പുതിയ CEO ആയി നിയമിതനായത് ആര്? ഉത്തരം BVR സുബ്രഹ്മണ്യൻ ആണ് ആൻസർ വരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരമാണ് കേട്ടോ ഞാനത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നത്. BVR സുബ്രഹ്മണ്യ ആണ് നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. അതിന്റെ ഒരു റിലേറ്റഡ് ഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരമേശ്വരൻ അയ്യർക്ക് പകരമായാണ് ഇദ്ദേഹം നീതി ആയോഗിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. റഷ്യയാണ് ആൻസർ വരുന്നത് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണ് മക്കളെ? 2025 എവിടെയായിരുന്നു? 2025 ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു അല്ലെ ബ്രിക്സ് ഉച്ചകോടി നടന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നെറ്റ് ചെറുതായിട്ടൊന്ന് പോയതാണേ. 2024 ബ്രിക്സ് ഉച്ചകോടി എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു. 2025 എവിടെയായിരുന്നു മക്കളെ? ബ്രസീലിലാണ് അല്ലെ. ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2025 ഇപ്പൊ ബ്രസീൽ കഴിഞ്ഞു. അപ്പൊ 26 എവിടെയാണ് മക്കളെ വരുന്നത്? ഇന്ത്യ, ന്യൂഡൽഹിയിൽ, നമ്മുടെ സ്വന്തം രാജ്യത്താണ് ബ്രിക്സിന്റെ ഉച്ചകോടി. ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ അത് ഒന്ന് ഓർത്തു വെക്കണം. ഈ കൊല്ലം 2026 ഇന്ത്യയിൽ നടക്കുന്നത് കൊണ്ട് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം നന്നായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റംസാർ സൈറ്റുകളെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? ബ്രസീലിലാണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തടമായ പന്തനാൽ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് ബ്രസീലിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ബ്രസീലിലാണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ വെങ്കല മെഡൽ സമ്മാനിച്ചത് ആരാണ്? മനു ഭാക്കർ ആണ് അല്ലെ. നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ സകലമാന PDF നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിലാണ് മനു ഭാക്കർ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേടിയത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. എയർ പിസ്റ്റൽ ആണ് കേട്ടോ മനു ഭാക്കറിന്റെ ഐറ്റം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നീതി ആയോഗിന്റെ പുതിയ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് നിലവിൽ വരുന്നത് ഏത് രാജ്യമാണ്? ബ്രസീലാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും പുതിയ ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? മാധവ് ടൈഗർ റിസർവ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയ താരമാരാണ്? മനു ഭാക്കർ. ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലടാ. അടുത്ത 5 ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യയുടെ പുതിയ നാവികസേന മേധാവിയായി ചുമതലയേറ്റത് ആര്? ഉത്തരം അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. അദ്ദേഹം ആരെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്? പഴയ നാവികസേന മേധാവി ആരായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിനേശ് കുമാർ ത്രിപാഠി എന്ന് പറയുന്ന വ്യക്തിയെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വന്നത്? അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റതെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാലോ. 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദ്യം വന്നിരിക്കണേ. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 159 അല്ല, അത് ഒന്നും കൂടെ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പൊ 157 ആയിട്ടുണ്ട് കേട്ടോ. 157 157ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് വരുന്നത്. അതിന് മുമ്പ് 159 ആയിരുന്നു. പിന്നീട് അത് വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് 157 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ മക്കൾ നോക്കി വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 105 അല്ലെ. അത് കൃത്യമായിട്ട് പഠിക്കാട്ടോ. ഈ പാസ്പോർട്ട് ഇൻഡെക്സ്, ഹങ്കർ ഇൻഡെക്സ്, അങ്ങനത്തെ ഇൻഡെക്സുകളിൽ നിന്ന് പലപ്പോഴും PSC ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 105. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. അതിൽ ഫസ്റ്റ് റാങ്ക് എടുക്കുന്നത് ഫിൻലൻഡ് ആണെന്ന് നമുക്ക് എപ്പോഴും അറിയാം. കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഫിൻലൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആര്? ഓക്കെ, നെറ്റൊന്ന് ജസ്റ്റ് പോയതാണ്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് മക്കളെ? ഹാൻകാങ് ആണ് അല്ലെ. ഹാൻകാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. ഓക്കെ അല്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2024 മിസ് യൂണിവേഴ്സ് കിരീടം ചൂടിയ സുന്ദരി ആരാണ്? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാടാ? ഹാൻകാങ് ആണ്, കൊറിയൻ എഴുത്തുകാരിയാണ്. അപ്പൊ 2024 മിസ് യൂണിവേഴ്സ് ആണ് അല്ലെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നെറ്റ് ഒന്ന് പോയതാണ്. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോളാം, ഓൾറെഡി കേട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. 2024 മിസ് യൂണിവേഴ്സ് ആരായിരുന്നു? വിക്ടോറിയ കെയ്ജൻടെൽവെക്, ഡെൻമാർക്ക് ആയിരുന്നു റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2025 സുന്ദരി ആരാണ്? മിസ് യൂണിവേഴ്സ് ആരാണ്? ഫാത്തിമ ബോഷ് ആണ് അല്ലെ. മെക്സിക്കോനെ റെപ്രസെന്റ് ചെയ്ത് വന്ന വ്യക്തിയായിരുന്നു ഫാത്തിമ ബോഷ്. ആളായിരുന്നു 2025 മിസ് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് 5 ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചില്ലടാ, ഒന്നും കൂടെ നോക്കിയാൽ. ഇന്ത്യയുടെ പുതിയ നാവിക സേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 157, അത് ശ്രദ്ധിക്കുക. പിന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 105. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻകാങ്. 2024 മിസ് യൂണിവേഴ്സ് കിരീടം ചൂടിയ സുന്ദരി വിക്ടോറിയ കെയ്ജൻ. 2025 ഫാത്തിമ ബോഷ്. ഇത്രയും കിട്ടിയില്ലടാ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായ ഭരണഘടനാ സാക്ഷരതാ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് മക്കൾ? ഏതാണ് മക്കളെ ഉത്തരം വരുന്നത്? രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായ ഭരണഘടനാ സാക്ഷരതാ ജില്ല എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. കൊല്ലംകാരുണ്ടോ വീഡിയോ കാണുന്നവര്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തടാ. നമുക്ക് രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായിട്ട് അറിയപ്പെടുന്നത് എവിടെയാടാ? കൊല്ലം ജില്ലയാണ് കേരളത്തില്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഹാപ്പിനെസ്, ഞാൻ നേരത്തെ പറഞ്ഞു, റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. ഇന്ത്യയുടെ റാങ്ക് കണ്ടുപിടിക്കാൻ മറക്കരുത് കേട്ടോ. ഇന്ത്യയുടെ ഏത് പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ഫിലിപ്പീൻ രാജ്യത്ത് നിന്ന് ഇന്ത്യ കയറ്റുമതി ചെയ്തടാ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേടാ. ഇന്ത്യയിൽ ഏത് പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ഫിലിപ്പീൻസ് രാജ്യത്തിന് ഇന്ത്യ കയറ്റുമതി ചെയ്തത്? വേർഡ് ശ്രദ്ധിക്കുക, കയറ്റുമതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏതാ? ബ്രഹ്മോസ് ആണ്. ഈ ബ്രഹ്മോസിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മിസൈലാണ് അല്ലെ. ഇത് ഫിലിപ്പീൻസ് ആയിട്ട് ഇന്ത്യ ചെയ്ത കരാറല്ല, റഷ്യയുടെയും അല്ല ഫിലിപ്പീൻസിന്റെ അല്ല. ഇത് ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണ് എന്ത്? ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വിലക്ക് വാങ്ങുന്നതാണ് ആര്? ഫിലിപ്പീൻസ്. അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എന്തായാലും ഓപ്ഷനിൽ അവർ റഷ്യ കൊടുക്കും. അപ്പൊ ഓടിപ്പോയി റഷ്യ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി കുത്തരുത്. ഓക്കെ അല്ലടാ ഈ 3 ചോദ്യങ്ങളും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആഫ്രിക്കയിൽ നിന്നും ചീറ്റകൾ എത്തിച്ച ദേശീയ പാർക്ക് ഏതാ? ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഒന്നുകൂടെ പറയാം. പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ എത്തിച്ച ദേശീയ പാർക്ക് ഏതാന്നാണ് ചോദിക്കുന്നത്. കൂനോ നാഷണൽ പാർക്കിലേക്കാണ്, മധ്യപ്രദേശിലേക്കാണ് എന്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റകളെ പുനരധിവസിപ്പിച്ചത്. 2022 സെപ്റ്റംബറിലാണ് നമീബിയയിൽ നിന്നും ആദ്യത്തെ ബാച്ച് ചീറ്റകളെ ഇവിടെ എത്തിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഈ സെഷനിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ പറയുന്ന ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം കേട്ടോ. പല PSC പരീക്ഷയിൽ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളതിലൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഭാരതത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത തീയതി എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നോക്കിയടാ. 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. ഇതിന് പ്രത്യേകത എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്തത്.
പിന്നെ വേറെന്തൊക്കെയാണ് പ്രത്യേകതകള്? മന്ദിരത്തിന്റെ പ്രത്യേകത എന്താടാ? PIB പ്രസ് റിലേറ്റഡ് ആണ് അല്ലെ ഈ ഒരു മന്ദിരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ പാർലമെന്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ത്രികോണാകൃതിയിലാണ് ഈ ഒരു മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? ശില്പി ഗുജറാത്തിൽ നിന്നുള്ള പ്രശസ്ത ആർക്കിടെക്ട് ഭീമൻ പട്ടേലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഭൂകമ്പ പ്രതിരോധമൊക്കെ ഉള്ളതാണ് അല്ലെ. ഡൽഹിയിൽ ഭൂകമ്പ സാധ്യത നല്ല പോലെ ഉള്ളത് കൊണ്ട് അതീവ സുരക്ഷിതമായാണ് ഈ ഒരു മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 150 വർഷം വരെ ആയുസ് ഇതിന് ഇവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു PDF ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ്സിന്റെ സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതുപോലെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ ഈ പറയുന്ന പോലെ SSCD ആണെങ്കിലും PSCD ആണെങ്കിലും ഈവൻ അപ്കമിംഗ് ആയിട്ടുള്ള RRBയുടെ ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെയിലോ മെസ്സേജോ നിങ്ങൾക്ക് ഇടാം. നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെഷൻ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.